എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈനീസ് ഗാർഡനിൽ തന്നെയാണ്. ചൈനീസ് ഗാർഡന്റെ അതായത് ലേക്ക് സൈഡ് ഗാർഡൻ ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഈ ഗാർഡന്റെ മൊത്തത്തിലുള്ള ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ലേക്ക് സൈഡ്. അപ്പൊ ലേക്ക് സൈഡിലുള്ള ഗാർഡന്റെ മൊത്തത്തിൽ ലേക്ക് സൈഡ് ഗാർഡൻ എന്നും അതിനെ 2-3 തരത്തിൽ തിരിച്ചിരിക്കുകയാണ്. ജപ്പാനീസ് ഗാർഡൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ചൈനീസ് ഗാർഡൻ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ജപ്പാനീസ് ഗാർഡനിലാണ്. ജപ്പാനീസ് ഗാർഡന്റെ ഒരു പഴയ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നും അല്ലായിരുന്നു. പഴയ അവസ്ഥ ഇവിടെയൊക്കെ ഇങ്ങനെ തരിച്ചു ഭൂമി, കുറച്ച് മരങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം, ഗാർഡന്റെ ആ ഒരു കാഴ്ച. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേനും മനോഹരമായിട്ടുള്ള ചെടികൾ, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. ഈ മഞ്ഞപ്പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതും നിങ്ങൾക്ക് അവിടെ ഉള്ളതൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കോളാമ്പിപ്പൂവോ, പിന്നെ നമ്മൾ ഇതിനെയൊക്കെ പറയുന്നത് എന്താ പേര്, നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെ, പക്ഷെ എന്താണ് അതിൻ്റെ പേരെന്നറിയത്തില്ല. അതുപോലെ ഈ മഞ്ഞ കളർ എന്ത് രസമാണെന്നറിയോ, വളരെ മനോഹരമാണ്. ഇങ്ങനെ ഇത് നേരിൽ കാണുമ്പോൾ ഉള്ള ലുക്ക് നമുക്ക് വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന പിന്നെ എന്താ പറയുന്നത് ആ വെള്ളപ്പൂക്കൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചീര പുറത്ത് തന്നെയുള്ള ചെടികൾ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചൊക്കെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നു. എങ്ങനെ നോക്കിയാലും എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പച്ച പരപരാനി ഇങ്ങനെ വിരിച്ചു കിടക്കുകയാണ്. ഇതിപ്പം ഉണങ്ങിയതൊന്നുമല്ല കേട്ടോ, ഇതിൻ്റെ കളർ ഇങ്ങനെയാണ്. അങ്ങനെ ചെത്തിപ്പൂവുണ്ട്. ഈ ചെത്തിയൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ചെത്തികളാണ് ഇതൊക്കെ അല്ലേ. ഇത്തരം ചെത്തികൾ നമ്മുടെ നാട്ടിലില്ല. ചെത്തിയുടെ പൂ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെ ഈ പ്രദേശമാകെ വ്യാപിച്ച് കിടക്കുന്ന പൂക്കൾ കൊണ്ടൊരു എന്താ പറഞ്ഞത്, ഇത്രയും വലിയ ഒരു ഗാർഡനൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്കൊന്നും കയറുവാൻ വേണ്ടി ഒരു എൻട്രി ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മിക്കവാറും എല്ലാ പബ്ലിക്കിനും അക്സസബിൾ ആയിട്ടുള്ള ഏരിയാസാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എല്ലാവരും ഒരു കാഴ്ചക്കായിട്ട് ജുറാങ് ഈസ്റ്റിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു ജുറാങ് ഈസ്റ്റിന് MRT അതായത് ട്രാൻസിസ്റ്റ് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റോപ്പ് ആയിട്ടുള്ള ലേക്ക് സൈഡ് ഗാർഡനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താവുന്നതാണ്. സൈക്ലിങ്ങിനും അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഓടാനും നടക്കാനും ഒക്കെ ഒരു സ്ഥലമാണ്. ഇവിടെ ഫ്ലോറൽ ഗാർഡൻ ആണ് ജുറാങ് ലേക്ക് ഗാർഡൻ കണ്ട ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. എന്ന സമയത്ത് എല്ലാ ദിവസവും ഈ വഴിക്ക് നടക്കുന്നതാണ്. വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ എടുത്തിരുന്നു, നിങ്ങളെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ ശരി, വീണ്ടും വരുന്നിടം വരെ നമസ്കാരം.